ഹലോ ഫ്രണ്ട്സ്, ദ വൗ മം ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്രോഷറ്റ് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ട്യൂട്ടോറിയലാട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ യാൺ എടുത്തിട്ട് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. ദാ ഇതുപോലെ സിമ്പിളല്ലേ. എന്നിട്ട് നമ്മുടെ ഹുക്ക് ദാ ഈ നോട്ടിനുള്ളിലൂടെ ഇട്ട് ഒന്ന് ടൈറ്റൻ ചെയ്യണം. ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്രോഷറ്റ് സ്റ്റിച്ചുകളിലൊന്നാണ് ചെയിൻ സ്റ്റിച്ച്. ഹുക്ക് വെച്ച് നമ്മുടെ യാൺ ഒന്ന് കുരുക്കി ഉള്ളിലൂടെ വലിച്ചാൽ ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞു. നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി 60 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു ക്രോഷേ ഫ്ലവർ ഉണ്ടാക്കാൻ ഞാൻ ആകെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചസ് ചെയിൻ സ്റ്റിച്ച്, ഹാഫ് ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ എന്നിവയാണ്. 60 ചെയിൻ സ്റ്റിച്ചും ചെയ്ത ശേഷം ദാ ഇവിടെ ഈ കാണുന്ന ഒരു സ്റ്റിച്ച് ദാ ഇത് സ്കിപ്പ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള സ്റ്റിച്ചിലേക്ക് ഞാനൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവുകയാണ്. ഹാഫ് ഡബിൾ ക്രോഷേ സിമ്പിളാണ്. ദാ ഇതുപോലെ ഒന്ന് യാൺ കുരുക്കി സ്റ്റിച്ചിനുള്ളിലൂടെ പോയി യാൺ ഓവർ, വീണ്ടും യാൺ ഒന്നുകൂടി കുരുക്കി എല്ലാ ലൂപ്പിനുള്ളിലൂടെയും വലിക്കണം. ഒരു ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞു. ഇനി തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ദാ ഇതുപോലെ. ഹാഫ് ഡബിൾ ക്രോഷേ മനസ്സിലാവാത്തവർക്കായി ഒന്നുകൂടി സ്ലോ ആയിട്ട് കാണിക്കാം. യാണിനെ ഒന്ന് കുരുക്കി സ്റ്റിച്ചിലൂടെ ഉള്ളിലൂടെ പോയി ഒന്നുകൂടെ കുരുക്കി വലിച്ച് വീണ്ടും പുറത്ത് വന്ന് യാൺ കുരുക്കി എല്ലാ ലൂപ്പുകളിലൂടെയും വലിക്കുക. ഇത് ഏറ്റവും അവസാനമുള്ള സ്റ്റിച്ച് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ദാ ഏറ്റവും അവസാനത്തെ സ്റ്റിച്ചിലാണ് ഇപ്പോൾ ഈ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. ഈ ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു 4 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പാനൽ നേരെ തിരിച്ച് ആദ്യം കാണുന്നതാ ഈ ഒരു സ്റ്റിച്ച്, അതിലോട്ട് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നത് 2 ചുറ്റി സ്റ്റിച്ചിനുള്ളിലൂടെ ഇട്ട് യാണിനെ ഒന്ന് കുരുക്കി വലിച്ച് യാൺ ഓവർ 2 ലൂപ്പിനുള്ളിലൂടെ വലിച്ച് വീണ്ടും യാൺ ഓവർ 2 ലൂപ്പ്, യാൺ ഓവർ 2 ലൂപ്പ്, ഒരു ട്രിപ്പിൾ ക്രോഷേ കഴിഞ്ഞു. ഇനി 3 ചെയിൻ കൊടുക്കണം. 2, 3. ഇനി താഴെ കാണുന്ന ഈ ഗ്യാപ്പിനുള്ളിലൂടെ ഹുക്കിട്ട് യാണിനെ ഒന്ന് കുരുക്കി വലിച്ച് ഒരു സിംഗിൾ ക്രോഷേ കൊടുക്കണം. ദാ ഇതുപോലെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇതേ പ്രൊസീജിയർ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണം. അടുത്ത സ്റ്റിച്ചിലോട്ട് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. ദാ ഇതുപോലെ ഈ കാണുന്ന സ്റ്റിച്ചിലോട്ട് യാണിനെ കുരുക്കി വലിച്ച് യാൺ ഓവർ 2 ലൂപ്പ്, യാൺ ഓവർ 2 ലൂപ്പ്, യാൺ ഓവർ 2 ലൂപ്പ്, എന്നിട്ട് 3 ചെയിൻ സ്റ്റിച്ച്. വീണ്ടും താഴെ കാണുന്ന ഗ്യാപ്പിലോട്ട് ഹുക്കിട്ട് യാണിനെ കുരുക്കി വലിച്ച് ഒരു സിംഗിൾ ക്രോഷേ. ഈ സ്റ്റെപ്പ് നമ്മൾ അവസാനത്തെ ഒരു 10 സ്റ്റിച്ച് ബാക്കി വരുന്നത് വരെ തുടരണം. അവസാനത്തെ ഒരു 10 സ്റ്റിച്ച് മാത്രം ബാക്കി വെച്ച് ബാക്കി എല്ലാത്തിലും നമ്മൾ ഇതേ സ്റ്റെപ്പുകൾ തുടരണം. ഒടുവിൽ നമുക്കിതാ ഇതുപോലൊരു പാനൽ കിട്ടും. 10 സ്റ്റിച്ച് മാത്രം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രിപ്പിൾ ക്രോഷേ തീർന്നെടുത്ത് നമ്മൾ യാൺ കട്ട് ചെയ്ത് അവിടെ ഒന്ന് ഫാസ്റ്റൻ ചെയ്യുകയാണ്. ഇതുപോലെ യാൺ ഉള്ളിലൂടെ വലിച്ച് ഒന്ന് ടൈറ്റൻ ചെയ്തു. എന്നിട്ട് ബാക്കി വന്ന യാൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി യാണിൻ്റെ കളർ മാറ്റണം. ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ യാണായാൽ മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വൈറ്റ് കളർ യാണാണ്. യാൺ ഇതുപോലെ ഉള്ളിലൂടെ വലിച്ച് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് പിന്നീട് 5 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. പിന്നീട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള 4 എണ്ണത്തിലും സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ദാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോന്നിലും സ്ലിപ്പ് സ്റ്റിച്ച്. സിംഗിൾ ക്രോഷേ അല്ല കേട്ടോ, സ്ലിപ്പ് സ്റ്റിച്ചാണ്.
അവസാനത്തെ സ്ലിപ്പ് സ്റ്റിച്ചും കഴിയുമ്പോൾ വയലറ്റ് പാനലിൽ കാണുന്ന തൊട്ടടുത്ത സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇതേ സ്റ്റെപ്പ് തുടരുക. അതായത് 5 ചെയിൻ സ്റ്റിച്ച്, 3, 4, 5. പിന്നീട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ബാക്കി എല്ലാത്തിലും സ്ലിപ്പ് സ്റ്റിച്ച്. 1, 2, 3, 4. പിന്നീട് വയലറ്റ് പാനലിലെ തൊട്ടടുത്ത സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതേ സ്റ്റെപ്പ് അവസാനത്തെ സ്റ്റിച്ച് വരെ തുടരണം. ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ഈ ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ചുകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് വയലറ്റ് പാനലിലോട്ട് ഒടുവിലത്തെ സ്റ്റിച്ചിൽ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫാസ്റ്റൻ ചെയ്യാൻ പോവുകയാണ്. യാൺ കട്ട് ചെയ്ത് ഉള്ളിലൂടെ വലിച്ച് ടൈറ്റൻ ചെയ്യുക. എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്ത് കളയുക. ഇനി ഈ ഒരു പാനൽ മുഴുവൻ നമ്മൾ ഈ ഒരു സെക്ഷൻ കണക്കാക്കി റോൾ ചെയ്ത് കൊണ്ടുപോകണം. വീഡിയോയിൽ കാണുന്നത് പോലെ. മുഴുവനായി റോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഏതാണ്ട് റെഡിയായി കിട്ടും. ഇനി ഈ ഫ്ലവർ ഒന്ന് ടൈറ്റ് ആൻഡ് സെക്യൂറായി നിൽക്കാൻ വേണ്ടി നമുക്ക് പുറകിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ ഫ്ലവറിൻ്റെ അതേ ഷേപ്പിലുള്ള യാൺ ക്രോഷറ്റ് സെറ്റിനൊപ്പം നമുക്ക് കിട്ടുന്ന നീഡിലാണ് കേട്ടോ ഇത്. അതിനകത്ത് കോർത്ത് ഈ ഒരു ഫ്ലവർ പാനലിൻ്റെ പുറകുവശത്ത് നന്നായിട്ട് തമ്മിൽ എല്ലാ സെക്ഷനും ഒന്നിച്ച് വരുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എല്ലാ ലെയറും കവറാവുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇത് അവിടെ എവിടെയായിട്ട് ലൂസായി പോവും. ഒരുപാട് സ്റ്റിച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ലെയർ എല്ലാം കവർ ചെയ്ത് കിട്ടിയാൽ മതി. സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറകിൽ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് ഒരു നോട്ടിട്ട് വെക്കണം. ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ. നമ്മുടെ ക്രോഷറ്റ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കാൻ പറ്റിയൊരു ക്രോഷറ്റ് ഫ്ലവറാണ് കേട്ടോ ഇത്. ഇതേപോലെയുള്ള ക്രോഷ ഐഡിയകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.